Hello my dear students, welcome to Learner's World. In this video, I talk about Unit 1, Glimpses of Greatness, His First Flight, Liam Flaherty, Part 1. About the author, Liam Flaherty. Liam Flaherty, 1896 to 1984, was an Irish novelist and short story writer. അപ്പോൾ അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റ് ആയിരുന്നു, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. ഹിസ് ബുക്സ് ആർ ഫേമസ് ഫോർ ദെയർ സൈക്കോളജിക്കൽ വിഷൻ ഇൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ് ആൻഡ് ദ വേസ് ഓഫ് ഓവർകമ്മിങ് ദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ വിഷൻ ഇൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഒരു സൈക്കോളജിക്കൽ വിഷനിലൂടെ നോക്കിക്കാണുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുക്സിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ആ പ്രോബ്ലംസ് ജീവിതത്തിൽ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, അതായത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മളുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. ഇറ്റ് ഓൾസോ ഷോസ് ദ നീഡ് ടു റിമൈൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. ത്രൂ ഔട്ട് ദ സ്റ്റോറി ദ റൈറ്റർ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. അതായത് ഈ ഒരു സ്റ്റോറിയിലുടനീളം പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്, അതായത് നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ഉടനീളം പറയുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his sledge. His two brothers and his sister had already flown away the day before. അപ്പോൾ ഇതിലുള്ള ഒരു ക്യാരക്ടർ യങ് സീഗളാണ്. അപ്പോൾ ഈ ഒരു സീഗള് ആ ഒരു അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ എന്താണ്, അതായത് തലേ ദിവസം തന്നെ പറന്നു പോയിട്ടുണ്ട്, പക്ഷേ ഈ സീകളിന് പറക്കാൻ പേടിയായിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദെം. അതായത് അവൻ്റെ ബ്രദേഴ്സും അതുപോലെ സിസ്റ്ററൊക്കെ പറന്ന സമയത്ത് അവരുടെ കൂടെ പറന്നു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ കൂടെ പറക്കാൻ എന്താണ് അവന് പേടിയായിരുന്നു. ഹി ഹാഡ് ടേക്കൺ എ ലിറ്റിൽ റൺ ഫോർവേഡ് ടു ദ എഡ്ജ് ഓഫ് ദ ലെഡ്ജ് ആൻഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഈ ഒരു എഡ്ജിൻ്റെ അടുത്തേക്ക് ആ ഒരു എഡ്ജിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ ചിറകുകളൊക്കെ ഒന്ന് ഇട്ട് അടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ബട്ട് ഹി വാസ് അഫ്രെയ്ഡ് വെൻ ഹി സോ ദ വാസ്റ്റ് സീ അണ്ടർ ഹിം. പക്ഷെ അവന് പേടിയാണ്, താഴേക്ക് നോക്കിയാൽ വാസ്റ്റ് സീ ആണ്, അതായത് പരന്ന് കിടക്കുന്ന ആഴക്കടലാണ് കാണാൻ കഴിയുന്നത്. ദ സീ വാസ് മൈൽസ് ഡൗൺ. ഈ ഒരു സീ അറ്റമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അവന് പറന്നു പോകാൻ പേടിയാണ്, അവന് ചിറകുകളിട്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പറക്കാൻ പേടിയാണെന്നാണ് പറയുന്നത്. He thought his wings would not support him. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് എൻ്റെ ചിറകുകൾ എന്നെ സംരക്ഷിക്കില്ല, എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് വിചാരിക്കുകയാണ്. അതായത് ഞാൻ ഇനി പറന്നു പോയാൽ തന്നെ എൻ്റെ ചിറകുകൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല. സോ ഹി റാൻ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് ആൻഡ് ഹി സ്ലെപ്റ്റ് ദെയർ അറ്റ് നൈറ്റ്. അങ്ങനെ അവന് ആ ഒരു എഡ്ജിൽ നിന്ന് അവന് തിരിച്ചു പോരുകയാണ്. അവന് രാത്രി എവിടെയാണോ കിടന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോരുകയാണ്. അവൻ്റെ പരാജയം, അതായത് അവന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ പരാജയത്തിനായിട്ട് തിരിച്ചു പോരുകയാണ്. ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ആൻഡ് ഷോർട്ടർ വിങ്സ് ദാൻ ഹിം. അവനേക്കാളും ചെറിയ ചിറകുകളൊക്കെയാണ് അവൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഉള്ളത്. ഈവൻ വെൻ ഹി സോ ദം റണ്ണിങ് ടു ദ എൻഡ് ഓഫ് ദ ലെഡ്ജ് ഫ്ലാപ്പിംഗ് ദെയർ വിങ്സ് ആൻഡ് ഫ്ലൈയിങ് അവേ, ഹി ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ഫ്ലൈ. അപ്പോൾ അവന് കണ്ടു എന്ത്, അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ അവരുടെ ചിറകുകളൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ദൂരേക്ക് പറന്നു പോകുന്നത് കണ്ടു, പക്ഷെ അവൻ എന്തില്ല, ആ ഒരു സീകളിൽ അവരുടെ കൂടെ പറന്നു പോകാനുള്ള ഒരു കറേജ്, ഒരു ധൈര്യം ഇല്ല എന്നാണ് പറയുന്നത്. ഹിസ് ഫാദർ ആൻഡ് മദർ ഷൗട്ടഡ് അറ്റ് ഹിം. അവൻ്റെ ഫാദറും മദറൊക്കെ എന്താണ് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യപ്പെടാറുണ്ട്. സ്കോൾഡ് ഹിം ആൻഡ് ത്രിട്ടൺ ടു സ്റ്റാപ്പ് ഹിം. അവർ ഭീഷണിപ്പെടുത്തും, ത്രിട്ടൺ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തും. നീ ഇങ്ങനെ പറക്കാതെ നിന്ന് കഴിഞ്ഞാൽ നീ പട്ടിണി കിടന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തും. ബട്ട് ഹി ഡിഡ് നോട്ട് മൂവ്. പക്ഷെ എന്താണ്, അവൻ എന്ത് കേട്ടാലും അവന് ഒരു മാറ്റം ഉണ്ടാവില്ല, അവൻ അതുപോലെ നിൽക്കും.
This was yesterday. Since then, nobody had come to him. The day before, all day long, he had watched his parents flying about with his brothers and sisters. അപ്പം അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ അങ്ങനെ അവന് നിന്നു. അങ്ങനെ അവന് അവിടെ ഒറ്റക്കായി, ആരും അവൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അവൻ്റെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെ കൂടെയൊക്കെ ഫ്ലൈ ചെയ്യുന്നത്, അതായത് പറന്ന് പോകുന്നതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുമായിരുന്നു അവന്. ദേ വർ ടീച്ചിങ് ദെം ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അവൻ്റെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിനൊക്കെ എന്താണ്, എങ്ങനെ പറക്കാം എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവൻ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു കഴിഞ്ഞ ദിവസം. ദേ തോട്ട് ദെം ടു സ്കിം ദ വേവ്സ് ആൻഡ് ടു ഡേവ് ഫോർ ഫിഷ്. അതുപോലെ അവൻ്റെ പാരൻസ് എന്താണ് ബ്രദറിനും സിസ്റ്ററിനൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്, അതായത് ഈ ഒരു കടലിൻ്റെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് എങ്ങനെ ഫിഷിനെ പിടിക്കാം എന്നുള്ളതൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. ഈ സോ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ചിങ് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഈറ്റിങ് ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ ദ റോക്ക്. അപ്പോൾ അവന് ശ്രദ്ധിക്കുന്നുണ്ട് അവൻ്റെ ബ്രദർ എന്താ ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ഫിഷിനെ ആ വെള്ളത്തിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്നതും അതുപോലെ ഒരു പാറപ്പുറത്ത് പോയിട്ടിരുന്ന് അതിനെ കഴിക്കുന്നതൊക്കെ അവന് കാണുന്നുണ്ട്. ഹിസ് പാരൻസ് വർ ഹാപ്പി ടു സീ ദെയർ സൺ ക്യാച്ചിങ് ഹിസ് ഫസ്റ്റ് ഫിഷ്. അത് കണ്ടപ്പോൾ പാരൻസ് ഭയങ്കര സന്തോഷമായി ആ ഒരു ബ്രദർ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ. കാരണം അവൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്, അതായത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫിഷിനെ ക്യാച്ച് ചെയ്ത് അവൻ കഴിക്കുന്നത്. അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. The circle around making a proud cackle. All the morning the old family had walked about on the big plateau on the opposite cliff, laughing at the cowardice of one of their members. അങ്ങനെ അവൻ്റെ പാരൻസും ബ്രദേഴ്സും അതുപോലെ സിസ്റ്ററൊക്കെ എല്ലാ ദിവസവും എന്താണ് ഈ കവാഡിയസ്, ഈ ഭീരുവായിട്ടുള്ള സീകളിൽ നിന്ന് എന്താണ് കണ്ടിട്ട് ഇങ്ങനെ കളിയാക്കും എന്നാണ് പറയുന്നത്. The sun was now climbing the sky and it became very hot on the ledge. He felt the heat more because he had not eaten anything since yesterday night. അപ്പോൾ അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചപ്പോൾ അവൻ്റെ തലക്ക് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനക്ക് ഇങ്ങനെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവന് കഴിഞ്ഞ രാത്രികളിലൊന്നും അവന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതുവരെ അവന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. He found a dried piece of mackerel's tail at the far end of the ledge. അപ്പോൾ അവന് അവിടെ എന്ത് കണ്ടു, ആ ഒരു ലെഡ്ജിൻ്റെ എൻഡിൽ ഒരു ഉണക്ക മീനിൻ്റെ കഷ്ണം, അതായത് ഒരു ഉണക്ക ഫിഷിൻ്റെ കഷ്ണം അങ്ങനെ കണ്ടു. there was no food left. അപ്പോൾ അത് അവന് കണ്ടെത്തി വേറെ ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. He had searched everywhere, even in the rough dirt cake stone nest where he and his brothers and sisters were hatched. അങ്ങനെ അവൻ്റെ മുമ്പിൽ വേറെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു, അതായത് അവനും അവൻ്റെ ബ്രദേഴ്സൊക്കെ വന്നിട്ടുള്ള ആ ഒരു എഗ്ഷെല്ല്, അതായത് മുട്ട വിരിഞ്ഞിട്ടാണല്ലോ അവർ പുറത്തേക്ക് വരുന്നത്, ആ ഒരു മുട്ടത്തോട് അവിടെ കിടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. He even tried to get something from the dried pieces of eggshell. It was like eating a part of himself. അപ്പോൾ അവൻ ആ ഒരു ഡ്രൈഡ് പീസസ് ഓഫ് എഗ്ഷെൽ, അവർ വിരിഞ്ഞു വന്നിട്ടുള്ള അവൻ്റെ ബ്രദേഴ്സും അവനൊക്കെ വിരിഞ്ഞു വന്നിട്ടുള്ള ആ ഒരു ഡ്രൈഡ് എഗ്ഷെല്ലിൽ പോയിട്ട് അവൻ ഇങ്ങനെ സെർച്ച് ചെയ്യണം അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നുള്ളത്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ആ ഒരു എഗ്ഷെല്ല് കഴിക്കുന്നത് അവനെ തന്നെ തിന്നുന്നതിന് സാമ്യമാണെന്നാണ് പറയുന്നത്. He then ran back and forth from one end of the ledge to the other. അങ്ങനെ അവന് ഭയങ്കര വിഷമമായി. അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങി, ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്കൊക്കെ അങ്ങനെ ഓടാൻ തുടങ്ങി. He wanted to reach his palace without having to fly, but at each side of him the ledge ended in a sheer fall of precipice with the sea under it. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഫ്ലൈ ചെയ്ത് പോവാതെ, പറക്കാതെ അവന് എത്താൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ഇടയിൽ എന്താണ് വലിയൊരു സീ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, കടലിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് ദ ഡീപ്പ് വൈഡ് ക്രാക്ക്. അപ്പോൾ അവരുടെ ഇടയിൽ വലിയൊരു അതിർവരമ്പുണ്ട്. അപ്പോൾ അവന് പറന്നാൽ മാത്രമേ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. He wanted to reach his parents by walking towards them, but there was no ledge to walk on. The only way to reach them was by flying to them. അപ്പോൾ അവന് ശ്രമിക്കുന്നുണ്ട്, നടന്നിട്ട് പാരൻസിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനത് കഴിയുന്നില്ല. പാരൻസിൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ, ഫ്ലൈ ചെയ്യണം, പറന്നിട്ട് മാത്രമേ അവൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് എത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. He stepped slowly out to the very end of the ledge. He stood on one leg, hiding the other leg under his wing. He closed one eye, then he closed the other eye. He pretended to be falling asleep, but his parents took no notice of him.
അങ്ങനെ അവൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് അവന് മെല്ലെ നടക്കാൻ തുടങ്ങി. ആ ഒരു ലെഡ്ജിൻ്റെ എൻഡിൽ അറ്റത്തെത്തി. എന്നിട്ട് അവന് ഒരു കാല് അവൻ്റെ വിങ്സ് ചിറകുകൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒറ്റ കാലിൽ നിന്നിട്ട് അവൻ്റെ കണ്ണുകളൊക്കെ അടച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ദെൻ ഹി ക്ലോസ് ദ അതർ ഐ, അവൻ്റെ രണ്ട് കണ്ണുകൾ അടച്ചു വെച്ചു. ഹി പ്രിട്ടൻഡ് ടു ബി ഫോളിങ് അസ്ലീപ്, അവൻ ഉറങ്ങുന്ന മാതിരി അവൻ പ്രിട്ടൻഡ് ചെയ്തു, നടിച്ചു എന്നാണ് പറയുന്നത്. ബട്ട് ഹിസ് പാരൻസ് ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം, പക്ഷേ അവനെ കണ്ടതും പാരൻസ് ഒന്നും അവനെ ശ്രദ്ധിക്കുന്നില്ല. ഹി സോ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലൈങ് ഓൺ ദ പ്ലാറ്റൂ ഡോസിങ്. ഹിസ് ഫാദർ വാസ് preening the feathers on his white bag. Only his mother was looking at him. അപ്പോൾ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ അവിടെ ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവൻ്റെ ഫാദർ ആ ഒരു ഫെദേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. പ്രീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാം. ഓക്കെ. His mother was looking at him. ആകെ അവൻ്റെ അമ്മ മാത്രമേ അവനെ നോക്കുന്നുള്ളൂ. She was standing on a high hump on the plateau. Her white dress was thrust forward. Now and again she tore at a piece of fish at her feet and then scraped each side of her beak on the rock. The sight of the food maddened him. അങ്ങനെ അമ്മ അവനെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമൊക്കെ തോന്നി. അമ്മ എന്ത് ചെയ്തു, ഒരു ഫിഷിനെ പിടിച്ചിട്ട് അവളുടെ കാലുകളിലൊക്കെ വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു പോവുകയാണ്. അപ്പോൾ ആ ഫുഡ് കണ്ടതും അവനാകെ മാഡൻഡ്, അവനാകെ ഭ്രാന്തായി എന്നാണ് പറയുന്നത്. He loved to tear food that way, scraping the beak to sharpen it. He made a low sound. His mother also made a similar sound and looked at him. അങ്ങനെ അവന് ഭയങ്കര സന്തോഷമായി ഫുഡ് കണ്ടപ്പോൾ. അവനൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അമ്മ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. He cried ga ga ga, begging her to bring some food to him. She screamed back mockingly at him. അങ്ങനെ അവനിങ്ങനെ കരയാൻ തുടങ്ങി. ആ ഫുഡിന് വേണ്ടിയിട്ട് അവനിങ്ങനെ യാചിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അമ്മ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി അറ്റ് ഹിം. അങ്ങനെ അമ്മ അവനെ കളിയാക്കുന്ന രീതിയിൽ ഒന്ന് സ്ക്രീം ചെയ്തു, ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. ഹി കെപ്റ്റ് ഓൺ മേക്കിംഗ് എ സോറോഫുൾ സൗണ്ട് ആൻഡ് ദെൻ സഡൻലി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അങ്ങനെ അവനൊരു സങ്കടത്തിലാണ് ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നീട് അവന് നല്ലൊരു സന്തോഷത്തിലുള്ള സൗണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. His mother had picked up a piece of fish and was flying towards him. He leaned out eagerly, tapping the rock with his feet, trying to get nearer her. But when she was just opposite to him, she halted, her legs hanging limp, her wings motionless. The piece of fish was almost within the reach of his beak. അപ്പം അമ്മ ആ ഒരു ഫിഷ് കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു വരികയാണ്. പക്ഷെ അവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. He waited a moment, wondering why she is not coming nearer. Then, maddened by hunger, he dived at the fish. With loud scream, he fell outwards and downwards into space. അങ്ങനെ അവന് ആ ഒരു ഫിഷിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ അവൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാകെ വിശന്നിട്ട് അവനാകെ ഭ്രാന്തായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. He was terrified for a moment and his heart froze. He could hear nothing. It lasted only a moment. The next moment he felt his wings spreading outwards. He felt the wind under his stomach and against his wings. He could feel the tips of his wings cutting through the air. He was not falling, no, he was now flying. അപ്പം അങ്ങനെ അവന് ആ ഫിഷ് എത്തിപ്പിടിക്കാൻ നോക്കിയപ്പോൾ അവന് ആ വായുവിൽ അവന് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവന് വീഴുന്ന സമയത്ത് he was not falling down, he was now flying. അപ്പോൾ അവൻ എന്താണ്, ഇപ്പോൾ പറക്കുകയാണ് ചെയ്യുന്നത്. he was no longer afraid. ഇപ്പോൾ അവന് പേടിയില്ല. he just felt a little dizzy. then he flapped his wings and soared upwards. ഇപ്പോൾ അവന് ചിറകുകളൊക്കെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് അതായത് മുകളിലോട്ട് ഇങ്ങനെ കുതിച്ചുയരാണ് ചെയ്യുന്നത്. he made a joyful sound and flapped his wings again. അങ്ങനെ അവന് സന്തോഷത്തോടെയുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവൻ്റെ ചിറകുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. he climbed higher. He raised his breast and banged against the wind. Ga ga ga. അങ്ങനെ അവന് ഉയരത്തിലോട്ട് പറക്കുകയാണ്. അതുപോലെ അവൻ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. His mother also made a sound and flew past him, wings making a loud noise. അപ്പോൾ അമ്മ അവനെ പിന്തുടരുന്നുണ്ട്. He answered her with another shout of joy. Then his father flew over him screaming. അങ്ങനെ ഫാദറും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. Then he saw his brothers and sisters flying around him, soaring and diving. അങ്ങനെ അവൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ചുറ്റും ഇങ്ങനെ പറക്കുന്നുണ്ട്. He forgot he had not been able to fly. He started diving and soaring, making loud noises of joy. അപ്പോൾ ഇപ്പോൾ അവൻ മറന്നുപോയി എന്ത്, എങ്ങനെയാണ് പറക്കുക എന്നുള്ളത് അവന് മറന്നുപോയി. അവനെന്താണ്, അവനങ്ങനെ കുതിച്ചുയരാൻ തുടങ്ങി.
ഒരുപാട് സന്തോഷത്തിലുള്ള നോയ്സസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഹി വാസ് നിയർ ദി സീ നൗ ഫ്ലൈങ് റൈറ്റ് ഓവർ ഇറ്റ്. ഹി സോ ദ വാസ്റ്റ് ഗ്രീൻ സീ അണ്ടർ ഹിം ആൻഡ് ലിറ്റിൽ വേവ്സ് മൂവിങ് ഓൺ ഇറ്റ്. ഇപ്പോൾ അവന് കാണാൻ കഴിയുന്നുണ്ട് എന്താണ്, ആ ഒരു വലിയ കടൽ പരന്ന് കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവൻ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. He turned his beak sideways and crowded in a funny way. His parents and his brothers and sisters had landed on this green floor in front of him. They were signaling to him, calling him. He dropped his legs to stand on the green sea. അങ്ങനെ അവൻ്റെ പാരൻസും സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ അവനെ പറക്കുന്നത് കണ്ടിട്ട് അവൻ്റെ കൂടെ പറക്കുന്നുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ആ ഒരു ഗ്രീൻ സീയിൽ അവൻ്റെ കാല് നിലം ഉറപ്പിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഈ ഹിസ് ലെഗ് സാങ്ക് ഇൻടു ഇറ്റ്. അങ്ങനെ അവനെ ആ ഗ്രീൻ സീൽ അവനെ കാല് വെച്ചതും അവൻ്റെ കാല് മുങ്ങിപ്പോയി. ഹി സ്ക്രീംഡ് വിത്ത് ഫിയർ ആൻഡ് ട്രൈ ടു റൈസ് അഗൈൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അവനാകെ പേടിച്ചു പോയി. അവന് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ചിറകുകളൊക്കെ അവനിട്ട് അടിക്കുന്നുണ്ട്. ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. എക്സോസ്റ്റഡ് വിത്ത് എക്സസൈസ് ഹിസ് ഫീറ്റ് സാങ്ക് ഇൻടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് സാങ്ക് നോ മോർ. അപ്പോൾ അവൻ്റെ കാലുകളൊക്കെ വെള്ളത്തിലോട്ട് താഴ്ന്നു പോകുന്നുണ്ട്. അങ്ങനെ അവനാകെ ക്ഷീണിതനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. He was floating on it. Around his family was screaming with joy, praising him, and they were offering him scraps of dogfish. അങ്ങനെ അത് കണ്ടപ്പോൾ അവൻ്റെ പാരൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അല്ലേ, ആദ്യമായിട്ട് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, ആദ്യമായിട്ട് അവനെ പറക്കുന്നത് കണ്ടപ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ നല്ല പ്രൈസ് ചെയ്ത് അവന് നല്ല ഫിഷൊക്കെ ഓഫർ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ വൊക്കാബുലറി ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമുക്കറിയാത്ത വേർഡ്സിൻ്റെ മീനിങ്സ്. ഓക്കെ, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.